ഇന്ത്യൻ ജ്യോതിഷത്തിൽ നിന്ന് ടാരോയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാരോ എന്നാൽ ഒരു എനർജി കണക്ഷനാണ്. അവർക്ക് ഇത് പ്രെഡിക്ഷൻ എന്നെടുക്കുന്നതിനേക്കാളും അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കും. അതാണ് ടാരോയുടെ ഒരു ഗുണം. പിന്നെ ഇന്ത്യൻ ആസ്ട്രോളജിയിൽ കുറേ കൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയും. ചിലപ്പോൾ ഭാഷ അവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. മലയാളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലെ ജ്യോതിഷന്മാരുടെ അടുത്ത് അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, 100% അത് അതിൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാരത് ബെറ്ററായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ടീനേജേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ രാശി അല്ലെങ്കിൽ എന്താ പറയുക കാരകൻ അങ്ങനെയുള്ള കുറേ വേർഡ്സൊക്കെ പറയുമ്പോൾ ഇവർക്കത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് കണക്ട് ചെയ്യാറില്ല. പക്ഷേ ടാരോ നമുക്ക് സിമ്പിളായ ലാംഗ്വേജിൽ നമുക്ക് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും സിമ്പിളായിട്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നെഗറ്റീവ്സ് എന്നുള്ള സംഭവങ്ങൾ മാക്സിമം ടാരോയിൽ അതായത് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ടാരോയിൽ പറയാറില്ല എന്നല്ല, ഉണ്ടെങ്കിൽ കൂടെ കുറച്ച് സമാധാനത്തിലുള്ള രീതിയിലായിരിക്കും അത് പറയും.